ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഡെസിമൽസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. അഡീഷൻ 10.321 പ്ലസ് 3.127. അപ്പോൾ ഈ ഡോട്ട് ഇട്ട് വരുന്നതിനാണ് നമ്മൾ ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിമൽ ആഡ് ചെയ്യുമ്പോൾ പോയിന്റുകളെല്ലാം സെയിം ലൈനിൽ വന്നാൽ മതി. അപ്പോൾ പോയിന്റുകളെല്ലാം ഒരേ ലൈനിൽ തന്നെ വന്നാൽ മതി. വേറെ അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. സാധാരണ പോലെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് ആഡ് ചെയ്യാം 10.321 പ്ലസ് 3.127. പോയിന്റ് എല്ലാം ഒരേ ലൈനിൽ വന്നു. ഇനി സാധാ പോലെ ആഡ് ചെയ്യാം. 1 + 7 8, 2 + 2 4, 4 ഡോട്ട് അതുപോലെ തന്നെ ഇടുക. 13.448 ആണ് ഇതിൻ്റെ ആൻസർ. ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ഓരോ അക്കവും എടുത്തു പറയണം. ഓക്കെ, 448 എന്ന് പറയരുത്, 448 എന്ന് തന്നെ എടുത്തു പറയണം. ഇനി ഇത് രണ്ടും കൂടി കുറയ്ക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ 10.321 മൈനസ് 3.127 സാധാരണ കുറയ്ക്കുന്ന പോലെ തന്നെ കുറയ്ക്കുക. ഇവിടെ നിന്ന് 1 കടം മേടിച്ച് 11, ഇവിടെ 1, ഇവിടെ 1 മേടിച്ച് 1, അപ്പോൾ ഇവിടെ 4, 9, 1, 7. ഇങ്ങനെയാണ് ഡെസിമൽസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും. അഡീഷനും സബ്ട്രാക്ഷനും വളരെ സിമ്പിളായിരുന്നു. അതുപോലെ തന്നെയാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും. അത് രണ്ടിൻ്റെയും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. 16.04 ഡിവൈഡഡ് ബൈ 0.4. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് രീതികളാണ് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഒന്ന്, കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു എ നാച്ചുറൽ നമ്പർ, അതായത് ഇതിനൊരു നാച്ചുറൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് വെച്ചിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കമുണ്ട്. അപ്പോൾ 1 ശേഷം 2 വരുന്ന 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലും താഴ്ത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1604 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ 0.4 × 10 ചെയ്യുമ്പോൾ 4 കിട്ടും. പിന്നെ ഒരു 10 കൊണ്ട് ചെയ്യുമ്പോൾ 40 കിട്ടും. ഓക്കെ, അപ്പോൾ 1604/40 ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഡെസിമൽ വാല്യൂ കിട്ടും. നമുക്കിതൊന്ന് 2 വെച്ച് കട്ട് ചെയ്യാം. 802/20 2 വെച്ച് കട്ട് ചെയ്യാം. 401/10. അപ്പോൾ നമുക്ക് കിട്ടും. ഒരു ഡെസിമൽ പ്ലേസ് അല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഒരു ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുത്താൽ മതി. 40.1 എന്ന് കിട്ടും. ഓക്കെ, അതാണ് രീതി. ഇനി സെക്കൻഡ് രീതി എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആക്കി ഇതിനെ എഴുതാം. 16.04 ഡിവൈഡഡ് ബൈ 0.4 ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഇപ്പോൾ ഇതിനെ നമുക്ക് 1604/100 എന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റത്തെ ഈ നമ്പറിന് ഇങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ സെക്കൻഡത്തെ നമുക്ക് 4/10 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ അതുപോലെ തന്നെ വയ്ക്കുക, സെക്കൻഡത്തെ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ, അപ്പോൾ 1604/40 എന്ന് കിട്ടും. നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ തന്നെ. അപ്പോൾ അതിൻ്റെ ആൻസറും അത് തന്നെയാണ്, 40.1 തന്നെയാണ്. ഇനി ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. എക്സാമ്പിൾ നോക്കാം. 10.5 × 2.1 എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് രീതികളാണുള്ളത്. ഒന്ന്, ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല എന്ന് സങ്കല്പിക്കുക. അതായത് ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല, നാച്ചുറൽ നമ്പറായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ നമ്മളിവിടെ ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2205 എന്ന് കിട്ടും. എന്നിട്ട് പോയിന്റിന് ശേഷം എത്ര ഡെസിമൽ ഉണ്ടെന്ന് എണ്ണുക. 1, 2. അത് 2 എണ്ണം ബാക്കിൽ നിന്ന് ഇട്ട് കൊടുത്താൽ നമുക്കതിൻ്റെ ആൻസറായി. വളരെ സിമ്പിളാണ്. ഓക്കെ, അല്ലെങ്കിൽ നേരത്തെ വന്ന പോലെ ഫ്രാക്ഷൻ്റെ മെത്തേഡ് നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ 105/10 × 21/10 എന്ന് വരും. അപ്പോൾ 2205/100. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? 2 വാല്യൂ ബാക്കിൽ നിന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് 22.05 എന്ന് തന്നെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.